ഗുഡ് മോർണിംഗ്. ഇന്നും അപ്പോൾ രാവിലെ അതേ പതിവ് പോലെ തന്നെ കുടിവെള്ളം, ചായക്ക് പലഹാരം അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ പണികൾ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ചായക്ക് ഇന്ന് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഇഞ്ചി ഉണ്ട്. അപ്പോൾ ഇഞ്ചിയും വേപ്പിലയിലേക്ക് ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നന്നാക്കിയെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. റവയുടെ ഉപ്പുമാവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കടുകും വറ്റൽമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പില സവോളയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അങ്ങനെയാണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും എൻ്റെ മോളെന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് കയറി അപ്പം വരും, അമ്മച്ചി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ അവളെനിക്ക് ഇളക്കിയൊക്കെ തന്നെ ഉണ്ട്. കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യൂ കേട്ടോ. ചെയ്യുന്ന സമയമാകുമ്പോൾ ചെയ്താൽ മതി. ഇപ്പം മനുഷ്യനെ ഇരട്ടിപ്പണി ഉണ്ടാക്കാനായിട്ടാണ് വന്ന് നിൽക്കണേ. അങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് റവയൊക്കെ ഇട്ട് ഇളക്കി മൂടി വെച്ച് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞത് അരി അടുപ്പത്തിട്ടുള്ള പരിപാടിയിലുണ്ടോ. അപ്പോൾ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നമ്മുടെ റേഷൻ കടയിലത്തെ അരിയേക്കാളും നന്നായിട്ട് അഴുക്കും കാടിയൊക്കെ ഉണ്ട് കേട്ടോ, വില കൂടുതലിൻ്റെ അരിക്ക്. അങ്ങനെ കുറേ തവണ കഴുകി അരിയൊക്കെ കഴുകി വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വെള്ളം തിളച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ കിടന്ന് വെന്തോളും. അത്യാവശ്യം നല്ല വേവുള്ള അരി തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ 2 പേര് അച്ചായുടെ വണ്ടിയും മറ്റൊക്കെ കഴുകി വൃത്തിയാക്കാൻ കേട്ടോ. കഴുകി കൊടുത്ത വണ്ടി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആൾ. അങ്ങനെ മനുഷ്യന് അടുത്ത പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പായന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ള പരിപാടികളാണ് കേട്ടോ അത്. പിന്നെ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അകത്തേക്ക് കയറ്റി ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ പരിപ്പ് ഇരുമ്പുളിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മീൻ വറക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് മീൻ കറി വയ്ക്കുമ്പോൾ മീൻ വറക്കണത് അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമല്ല കേട്ടോ. എന്തെങ്കിലും ചാറുകറിയൊക്കെ വയ്ക്കുമ്പോൾ അതിന് മീൻ വറക്കാം, അതാണ് ഇഷ്ടം.